CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRLന്റെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും. രാവിലെ 10:15 ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ ED മേധാവി രാഹുൽ നവീൻ കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. CMRLന്റെ ഹർജി ഇന്ന് കേൾക്കുകയാണല്ലോ. എന്താണ് വിശദ വിവരങ്ങൾ? എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? CMRL എക്സാലോജിക് ഇടപാട് സംബന്ധിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസുമായി ബന്ധപ്പെട്ട് CMRL നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. ഇന്ന് 10:15 ഇത് സംബന്ധിച്ച് ഹർജിയിൽ വിധി പറയും. ഈ വിധിക്ക് തൊട്ട് പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊച്ചിയിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 10:45 ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം എത്തി യോഗം ചേരുന്നത്. പ്രധാനമായിട്ടും ഈ ED അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം CMRLുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷ സാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടായി. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. ഈ കാര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു ഉന്നതതല യോഗം ഇന്ന് കൊച്ചിയിൽ വെച്ച് ചേരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കേസ് കൂടി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ഇത് സംബന്ധിച്ച് CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് ആ ഹർജി തള്ളുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ റെയ്ഡുമായിട്ട് മുന്നോട്ട് പോയത്. എന്തായാലും ഇന്ന് CMRLിനെതിരാണ് ഈ വിധിയെങ്കിൽ സ്വാഭാവികമായിട്ടും തുടർ നടപടികളടക്കം ഇന്നത്തെ യോഗത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ യോഗത്തിൽ ചർച്ചയാകും. അതല്ല എങ്കിൽ CMRLിന് എതിരായിട്ടുള്ള വിധിയാവുന്ന പശ്ചാത്തലത്തിൽ CMRL സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള നീക്കവുമാണ് ഉള്ളത്.